ഫ്രണ്ട്സ് എല്ലാവർക്കും വണ്ടർ എലമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അറബിക് ക്ലാസ്സിൻ്റെ പാർട്ട് 37 ആണ്. ഓക്കെ, കഴിഞ്ഞ പാർട്ടിലായിക്കൊണ്ട് 36 ലുഗത്തുൻ ഹുൽവുൻ എന്നൊരു സ്പീച്ച് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഓരോ ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് ഇനി പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, ഞങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിക്കൊണ്ട് ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടിയും എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ് നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നഖ്റഉൽ ഖുതുബത വനക്തശിഫു അജ്സാഅഹ. നഖ്റഉ നമുക്ക് വായിക്കാം, അൽ ഖുതുബത ആ പ്രസംഗം നമുക്ക് വായിക്കാം. എന്നിട്ട് വനക്തശിഫു അജ്സാഅഹ ഈ വിട്ട ഭാഗങ്ങളുണ്ടോ? ഇതിൽ കുറേ താത്താണ് കേട്ടിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. ഇതിൽ PDF ഒരു കുഴപ്പമാണ്, അപ്പോൾ ആ താന്ന് നോക്കണ്ട, അല്ലാതെ തന്നെ നോക്കി മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വിട്ട ഭാഗത്ത് എന്താണ്? ഇവിടെയൊക്കെ ഒരു കുത്തുണ്ടോ? ഇവിടെ നിന്ന് എഴുതാനാണ്. ഓക്കെ, ഈ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. നോക്കാം. ആദ്യം അൽ മുഖാത്തബ്, അഭിസംബോധനം ചെയ്യുന്നത് എങ്ങനെ? മുഖാത്തബ് എന്ന് പറഞ്ഞാൽ അഭിസംബോധനം ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതിനാണ് മുഖാത്തബ് എന്ന് പറഞ്ഞത്. നമ്മൾ ഈ പറഞ്ഞ സ്പീച്ചിൽ എങ്ങനെയാണ് അഭിസംബോധനം ചെയ്തിട്ടുള്ളത്? അപ്പോൾ നമ്മളിപ്പോൾ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയാണ്ട് അയ്യുഹത്തുല്ലാബ് അല്ല അസ്സാ, അതുപോലെ തന്നെ കിറാം അയ്യുഹൽ കിറാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താ അഭിസംബോധനം ചെയ്യും. അപ്പോൾ ഈ നമ്മൾ ഈ സ്പീച്ചിൽ നോക്കുകയാണെങ്കിൽ അയ്യുഹൽ ഹഫ്ലുൽ കരീം എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മനസ്സിലായി? അയ്യുഹൽ ഹഫ്ലുൽ കരീം എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് എഴുതണ്ടേ? അയ്യുഹൽ ഹഫ്ലുൽ കരീം എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, രണ്ടാമത് തൗജീഹ്. മുഖാത്തബ് എന്ന് പറഞ്ഞാണ്ടല്ലോ അവിടെ അയ്യുഹൽ ഹഫ്ലുൽ കരീം എന്നല്ല കൊടുക്കണ്ടേ. മുഖാത്തബ് എന്ന് പറഞ്ഞാൽ അഭിസംബോധനം ചെയ്യണം. ആരോടാണ് അഭിസംബോധന ചെയ്യുന്നത്? വിദ്യാർത്ഥികളോടല്ലേ. ഈ ഒരു പ്രസംഗം പറയുന്നത് വിദ്യാർത്ഥികളോടാണ്. അതുകൊണ്ട് ആണ് മുഖാത്തബിൻ്റെ അവിടെ നേരെ അയ്യുഹൽ തുല്ലാബ് എന്നാണ് എഴുതുന്നത് കേട്ടോ. ഞാൻ തൗജീഹ് എന്ന് പറഞ്ഞാൽ സലാം പറയൽ അങ്ങനത്തെ ഓരോന്നില്ലേ, അതിനാണ് തൗജീഹ് എന്ന് പറയാം. അതെങ്ങനെയാണ്? അവിടെയാണ് അയ്യുഹൽ ഹഫ്ലുൽ കരീം എന്ന് കൊടുക്കേണ്ടത്. ഇനി അൽ മൗലൂ, അതിൻ്റെ സബ്ജക്റ്റ്. ആ ഒരു പ്രസംഗത്തിൻ്റെ സബ്ജക്റ്റ് എന്താണ്? വിഷയം എന്താണ്? ലുഗത്തുൽ അറബിയ. അഹിമ്മത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹൗല അഹിമ്മത്തുൽ ലുഗത്തുൽ അറബിയ. അപ്പം അതിൻ്റെ ആൻസർ എന്താണ്? അഹിമ്മത്തുൽ ലുഗത്തുൽ അറബിയ എന്നാണ് നമ്മളെ മൗദൂ. സബ്ജക്റ്റ് ഏതാണ്? അഹിമ്മത്തു ലുഗത്തുൽ അറബിയ എന്നാണ് അതിൻ്റെ ആൻസർ. പിന്നെ അൽ ഇഖ്തിമാം, എങ്ങനെയാണ് കൺക്ലൂഷൻ, എങ്ങനെയാണ് അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു, ഇവിടെ എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്? ഇവിടെ കണ്ടില്ല, വദാമത്തുൽ അറബിയ്യത്തു ഇസ്സൻ ലക്കും വശറഫൻ ലിശഖ്സിയത്തിക്കും വല്ലാഹു യഹ്ഫദുക്കും വയർഅക്കും വസ്സലാമു അലൈക്കും എന്നാണ് ഇവിടെ ഇതാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ഇഖ്തിമാം എങ്ങനെയാണ്, അവസാനം കൺക്ലൂഷൻ എങ്ങനെയാണ്? അഖ്തിമു കലാമി എന്നൊക്കെ പറയേണ്ടത് നമ്മൾ എന്താക്കരം, നമ്മൾ സാധാരണ നമ്മളിപ്പോൾ എല്ലായിടത്തും ഇതന്നെ എഴുതാൻ പാടില്ലല്ലോ. അപ്പോൾ സാധാരണ നമ്മൾ സ്പീച്ച് പറയുമ്പോൾ അതിൽ ഉപയോഗിക്കൽ അഖ്തിമു കലാമി, എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുന്നു. അലഹാദ ഇതിൻ്റെ മേലെ എൻ്റെ ഇതെന്താവുന്നു, ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എങ്ങനെയാണ് ഇഖ്തിമാം ചെയ്യുക? അഖ്തിമു കലാമി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു. എനിക്ക് എക്സാമിനൊക്കെ സ്പീച്ച് എഴുതാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ കൺക്ലൂഷൻ്റെ അവസരത്തിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി, അഖ്തിമു കലാമി അസ്സലാമു അലൈക്കും. അതേപോലെ നിങ്ങൾക്ക് ഇനി മറ്റെന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതും എഴുതാവുന്നതാണ്. ഒക്കെ അതേപോലെ തന്നെ അവൽ മുഖാത്തബ് ഒരു അഭിസംബോധന ചെയ്യുമ്പോൾ അയ്യുഹത്തുല്ലാബ് അസ്സലാമു അലൈക്കും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്താവുക, പ്രസംഗം എഴുതി തുടങ്ങുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താവുക നോക്കുക. നഖ്റഉ വനുലാഹിദുൽ മുവാഫിഖ വതവജീഹാത്തിൽ മുഖ്തലിഫത വനഖ്താറുൽ ഉഫഖ്. നഖ്റഉ വനുലാഹിദുൽ മുവാഫിഖ, നമുക്കിത് വായിക്കാം, എന്നിട്ട് അതിന് യോജിച്ചത് എന്താവാം നമുക്ക് മാച്ച് ചെയ്യാം. വതവജീഹാത്തിൽ മുഖ്തലിഫത ഈ മറ്റു കൊള്ളിയിൽ കൊടുത്ത് വ്യത്യസ്തമായി കൊടുത്ത ഓരോ തൗജീഹുകൾ
സലാം പറയുന്നത് പോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ മറ്റോടത്ത് അയ്യുഹൽ ലഫ്ലുൽ കരീം എന്ന മറ്റോടത്തിലെ തൗജീഹ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഇവിടെ കുറേ തൗജീഹുകൾ കൊടുത്തിട്ടുണ്ട്. അയ്യുഹൽ അസീസാത്ത്, അയ്യുഹൽ മുഅ്മിനൂൻ, അങ്ങനെ കുറേ തൗജീഹുകൾ കൊടുത്തിട്ടുണ്ട്. തൗജീഹ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അയ്യുഹൽ ലഫ്ലുൽ കരീം, അയ്യുഹൽ തുല്ലാബ് എന്ന് പറയുന്നത് പോലെ തന്നെ വിദ്യാർത്ഥികളെ എന്നൊക്കെ പറയാം മലയാളത്തിൽ. അതിനാണ് ഈ തൗജീഹ് എന്ന് പറയാം. എന്നിട്ട് അതിന് യോജിച്ച് നമ്മൾ എഴുതാനാണ്, യോജിച്ച് മാച്ച് ചെയ്യാനാട്ടോ. അൽ ഹഫ്ലത്ത് നിസാ, ഹഫ്ലത്ത് നിസാ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീകളുടെ സദസ്സ് എങ്ങനെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യാം, എങ്ങനെയാണ് നമ്മൾ തൗജീഹ് ചെയ്യുക. നമ്മളവിടെ എന്താ ഉപയോഗിക്കുക? അയ്യുഹൽ അസീസാത്തി എന്നാണ് അവിടെ ഉപയോഗിക്കുക. അയ്യത്തുഹൽ അസീസാത്ത്, അവിടെ എന്താ മുഅന്നസിനായിട്ട് ആളുണ്ടായത് നമുക്ക് മനസ്സിലായി. അയ്യത്തുഹൽ അസീസാത്ത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെന്ന് പറയില്ല, അതിനാണ് അയ്യുഹൽ അയ്യുഹത്തുഹൽ അസീസാത്ത് എന്നാണ് ഹഫ്ലത്തുൻ നിസാ, ഒരു സ്ത്രീകളുടെ സദസ്സിനെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ എന്താ പറയാം. ഇതൊക്കെ പഠിച്ചു വെക്കണം. എക്സാമിന് നമ്മൾ പല സദസ്സിനെ കുറിച്ചായിട്ടും ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെക്കുക. ഓരോ സദസ്സും എങ്ങനെയാണ് നമ്മൾ തൗജീഹ് ചെയ്യേണ്ടത് എന്നാണ് ഇതിലൂടെ നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത്തെ അൽ ഹഫ്ലത്തു ഫിൽ മദറസത്തി, അൽ ഹഫ്ലത്തു ഫിൽ മദറസത്തി, മദ്രസയിലുള്ള സ്കൂളിൽ ഉള്ള ഒരു യോഗം എങ്ങനെയാണ് നമ്മൾ തുടങ്ങുക? അത് ഇവിടെയാണ് കണ്ടോ. അയ്യുഹത്തുല്ലാബുൽ അഇസ്സാ വത്വാലിബാത്തുൽ അസീസാത്ത്, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ എന്ന് പറയില്ല, അതിനാണ് അയ്യുഹത്തുല്ലാബുൽ അഇസ്സാ വത്വാലിബാത്തുൽ അസീസാത്ത്, ഇതിനാണ് അത് ഉപയോഗിക്കട്ടോ. ഹഫ്ലത്തുൽ മദ്രസത്തൊക്കെ മൂന്നാമത്തെ പോയിന്റാണ് അതിനെ യോജിച്ചത്. നാലാമത് ഹഫ്ലത്തു സിയാസിയ, രാഷ്ട്രീയ സദസ്സ്. ഒരു രാഷ്ട്രീയ സദസ്സ് എങ്ങനെയാണ് നമ്മൾ തുടങ്ങുക? ഈ രാഷ്ട്രീയമായിട്ടുള്ള ഓരോ സദസ്സും എങ്ങനെയായിരിക്കും തുടങ്ങുക? അതിനാണ് അയ്യുഹൽ മുവാത്തിനൂന, നാട്ടുകാരെയൊക്കെ പറയില്ല, അതിനാണ് അയ്യുഹൽ മുവാത്തിനൂന എന്നെന്താവുക ഉപയോഗിക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. പിന്നെ എന്താണ് ജമീഉൽ ഹഫ്ല്, ഒരു വലിയൊരു സദസ്സ്, അങ്ങനെയൊന്നുമില്ല, വലിയൊരു സദസ്സിനെ നമ്മൾ അഭിസംബോധന ചെയ്യണ. എങ്ങനെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുക? എല്ലാവരും പാടല്ലേ, എല്ലാവരും ഉണ്ടായില്ല. അപ്പം അതിനെങ്ങനെ നമ്മൾ എന്താവുക അഭിസംബോധന ചെയ്യുക? അതിനാണ് അയ്യുഹൽ ലഫ്ലുൽ കരീം എന്നെന്താവുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നഖ്റഉൽ ഖുതുബത വനക്തശിഫു മിൻഹാ ഇംകാനിയാത്ത് തഅലീമുൽ ലുഗത്തിൽ അറബിയ്യ. നമ്മൾ ആ ഖുതുബ വായിച്ച് കഴിഞ്ഞു. അതിന് ശേഷം എന്തുണ്ടാവുക, നമുക്ക് അറബി ഭാഷകൾ കൊണ്ടുണ്ടാവുന്ന ഓരോ പ്രയോജനം, അതിൻ്റെ ഫായിദകൾ, ഉപകാരങ്ങൾ എന്താണ് നമ്മൾ ഇനി എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അൽ മഖ്ദറത്തു ലിഖിറാത്തിൽ മുഫീദത്തി ബില്ലുഗത്തിൽ അറബിയ്യ. അൽ മഖ്ദറത്തു കഴിവുണ്ടാകും ലിഖിറാത്തിൽ മുഫീദത്തി ലുഗത്തിൽ അറബിയ്യ, അറബി ഭാഷ വായിച്ചുകൊണ്ട് ഒരു ഉപകാരമുള്ളൊരു വായന നമുക്ക് അതുകൊണ്ട് കഴിയുന്നതാണ്. അറബി ഭാഷ നേർക്ക് വായിക്കാൻ കഴിയുമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ എഴുതാം? അൽ മഖ്ദറത്തു ഖുതുബത്തു ബില്ലുഗത്തിൽ അറബിയ്യ. രണ്ടാമത്തെ ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് അൽ മഖ്ദറത്തു ലിഖുതുബത്തിൻ ബിലുഗത്തിൽ അറബിയ്യ. അൽ മഖ്ദറത്തു ലിഖുതുബത്തിൻ ബിലുഗത്തിൽ അറബിയ്യ. അതിൻ്റെ അർത്ഥം എന്താണ്? അൽ മഖ്ദറത്തു കഴിവുണ്ടാകും, ലിഖുതുബത്തിൻ പ്രസംഗിക്കാൻ നമുക്ക് കഴിവുണ്ടാകും, ബിലുഗത്തിൽ അറബിയ്യ അറബി ഭാഷ കൊണ്ട് പ്രസംഗിക്കാൻ നമുക്ക് കഴിവുണ്ടാവുന്നതാണ്. ഓക്കെ, ഇനി മൂന്നാമത് ഇങ്ങനെ എഴുതാം അൽ മഖ്ദറത്തു ബിമുകാലിമാത്തിൽ മുഫീദത്തി ബിലുഗത്തിൽ അറബിയ്യ. അൽ മഖ്ദറത്തു ലിമുകാലമത്തിൽ ബിലുഗത്തിൽ അറബിയ്യ, അറബി ഭാഷ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലിമുഖാതബത്തി, അതേപോലെ തന്നെ അഭിസംബോധന അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ നടക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറയാൻ നമ്മളിട്ട് സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്താവാം, നമുക്ക് അറബി ഭാഷയിൽ സംസാരിക്കാൻ നമുക്ക് അതുകൊണ്ട് കഴിവുണ്ടാവുന്നതാണ്. അപ്പം 2 പോയിന്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എക്സ്ട്രാ. 2 പോയിന്റ് നിങ്ങൾ കണ്ടെത്താനാണ്. ഒന്ന് അൽ മഖ്ദറത്തു ലിഖിറാത്തിൽ മുഫീദത്തി ബിലുഗത്തിൽ അറബിയ്യ, രണ്ടാമത് അൽ മഖ്ദറത്തു ലിഖുതുബത്തിൻ ബിലുഗത്തിൽ അറബിയ്യ, മൂന്നാമത് അൽ മഖ്ദറത്തു ലിമുകാലമത്തി ബിലുഗത്തിൽ അറബിയ്യ. ഇങ്ങനെ എഴുതിക്കൊണ്ടിട്ടില്ലേ അൽ മഖ്ദറത്തു ലിമുകാലമത്തിൽ മുഫീദ ബിലുഗത്തിൽ അറബിയ്യ.
നമുക്ക് അറബി ഭാഷ കൊണ്ട് ഒരു ഉപകാരമുള്ള ഒരു സംസാരം നടത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു ബർണാമിജാണ് കൊടുത്തിട്ടുള്ളത്, ഒരു അജണ്ടയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതും കൂടി നമുക്ക് എന്താവാം നോക്കാം. അൽ യൗമുൽ ആലമി ലുഗത്തിൽ അറബി, അത് നമുക്ക് ബർണാമിജ് നോക്കാം. അൽ യൗമുൽ ആലമി ലുഗത്തിൽ അറബിയ, അത് നമ്മൾ ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഡിസംബർ 18 ആഘോഷിക്കുന്ന അറബിക് ഡേ ആണ് അൽ യൗമുൽ ആലമുൽ ലുഗത്തിൽ അറബിയ. ഓക്കെ, അപ്പോൾ എവിടെയാണ് ഇത് നടക്കുന്നത്? ഫി റിഹാബി ജാമിഅത്തി കൈരള, കേരള യൂണിവേഴ്സിറ്റിയുടെ മുറ്റത്താണ് ഇതെന്താവുന്നത് നടക്കുന്നത്. ബർണാമിജ്, ആ അജണ്ട നോക്കാം. കലിമത്ത് തർഹീബ്, സ്വാഗത പ്രസംഗം. റഈസ് കിസ്മത്തുൽ ലുഗത്തിൽ അറബിയ, റഈസ് ഹെഡ്, കിസ്മ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ്, ലുഗത്തിൽ അറബിയ അറബിക് ഭാഷയുടെ അറബിക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറബിക് ലാംഗ്വേജ്. ഓക്കെ, അതിൻ്റെ ഹെഡാണ് ഇവിടെ എന്താവുന്നത് കലിമത്ത് തർഹീബ്, സ്വാഗതം ചെയ്യുന്നത്. ജാമിഅത്ത് കൈരള, കേരള യൂണിവേഴ്സിറ്റിയുടെ അറബിക് ഭാഷയുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ് ഇവിടെ എന്താവുന്നത് കലിമത്ത് തർഹീബ് ചെയ്യുന്നത്. പിന്നെ റഈസ് ആരാണ്? മുദീറുൽ ജാമിഅത്തി, ആ യൂണിവേഴ്സിറ്റിൻ്റെ പ്രിൻസിപ്പളാണ് അതിൽ അധ്യക്ഷനായിക്കൊണ്ട് നിൽക്കുന്നത്. റഈസ് എന്ന് പറഞ്ഞാൽ. ഇഫ്തിതാഹ്, ഉദ്ഘാടനം ആരാണ്? അൽ മആലി വസീർ തർബിയത്ത് വ തഅലീം, വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്താവുന്നത് ഇവിടെ ഇഫ്തിതാഹ് ചെയ്യുന്നത്, ഇനാഗുറേഷൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യുന്നത്. കൽ ഖുതുബത്തു, പ്രസംഗിക്കുന്നത് ആരൊക്കെയാണ്? അൽ അഹ്മദ് അബ്ദുല്ലാഹിൽ മുത്തൈരി എന്നിവരാണ് ഇവിടെ പ്രസംഗിക്കുന്നത്. അയാൾ ആരാണ്? അൽ ബാഹിത്തു അൻ തഅലീമുൽ ലുഗത്തിൽ അറബിയ ഫി ഗൈറള, കേരളത്തിൽ ഉള്ള അറബി ഭാഷയുടെ പഠനത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുന്ന ആളാണ്, അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ആളാണ് ആര്? അഹ്മദ് അബ്ദുല്ലാഹിൽ മുത്തൈരി. ഓക്കെ, മുത്തൈരി ആരാണ്? അൽ ബാഹിസ്, ഗവേഷകനാണ്. അൻ എന്തിനെ തൊട്ടിട്ടാണ് ഗവേഷകനായിട്ടുള്ളത്? തഅലീമുൽ ലുഗത്തിൽ അറബിയ ഫി കൈരള, കേരളത്തിലുള്ള അറബിക് ഭാഷ പഠനം എന്ന വിഷയത്തെ തൊട്ടുള്ള ഒരു ഇതാണ് അദ്ദേഹം ചെയ്യുന്നത്. പിന്നെ ആരാണ്? പിന്നെ മൗദൂ, എന്താണ് സബ്ജക്റ്റ്, എന്താണ് ആ ഒരു നമ്മളിപ്പോൾ ഈ നടക്കുന്നതിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഈ ഒരു പ്രസംഗത്തിൻ്റെ ഒരു സബ്ജക്റ്റ് ഇപ്പം എന്താണ്? മുസ്തഖ്ബിലുൽ ലുഗത്തിൽ അറബിയ്യത്ത് ഫി കൈരള, മുസ്തഖ്ബിലുൽ ലുഗത്തിൽ അറബിയ്യത്ത് ഫി കൈരള, ഇനി വരാൻ പോകുന്ന കാലത്തിൽ കേരളത്തിൽ അറബിക് എങ്ങനെയായിരിക്കും, എങ്ങനെയാവേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സദസ്സാണത്. ഓക്കെ, പിന്നെ അൽ ഖുതുബത്തു തഹാനി, ആശംസാ പ്രസംഗം ആരൊക്കെയാണ്? വക്കീലു ജാമിഅത്തു കൈരള, ഓക്കെ, കേരള യൂണിവേഴ്സിറ്റിയുടെ വക്കീലും റഈസു ഖിസ്മുൽ ലുഗത്തിൽ അറബിയ, മുമ്പ് പറഞ്ഞ പോലെ തന്നെ അറബിക് ഭാഷ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധ്യക്ഷനാണ്. ജാമിഅത്ത് കാലിക്കൂത്ത്, അതാ എവിടത്തെയാണ്? ജാമിഅത്ത് കാലിക്കൂത്ത് എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആട്ടെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ. ഖത്തു ശുക്ർ, ശുക്ർ ആരാ പറയുന്നത്? ഉസ്താദു ഖിസ്മുൽ ലുഗത്തിൽ അറബിയ, അറബിക് ഭാഷ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉസ്താദാണ് പറയുന്നത്. ജാമിഅത്ത് കൈരള, കേരള യൂണിവേഴ്സിറ്റിയിലെ അറബിക് ഭാഷ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉസ്താദാണ് ഇവിടെ ഖത്തു ശുക്ർ പറയുന്നത്. ഓക്കെ, എന്തായിരുന്നാലും അതിലെ ക്വസ്റ്റ്യൻസ് എന്താവും ഇനി നോക്കാം. അയിന തജ്നി ഹാദിഹിൽ അഫ്ല, ഈ ഒരു സദസ്സ് എവിടെയാണ് നടക്കുന്നത്? സുഖാണ്, നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫി റിഹാബി ജാമിഅത്ത് കൈരള എന്നാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി മാ മുനാസിബത്തുൽ ഹഫ്ല, ഇതിൻ്റെ ഒരു അവസരം എന്താണ്? ഈ ഒരു മുനാസിബത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥ, ഈ ഒരു സിറ്റുവേഷൻ, ഇപ്പോഴത്തെ ആവത്തെ സിറ്റുവേഷൻ ഈ ഒരു യോഗ നടക്കാനുള്ള സിറ്റുവേഷൻ കാരണം എന്താണ്? അൽ യൗമുൽ ആലമി ലുഗത്തിൽ അറബിയ എന്നാണ്. അതിൻ്റെ ഏത് സന്ദർഭത്തിലാണ് അത് നടക്കുന്നത്? അൽ യൗമുൽ ആലമി ലുഗത്തിൽ അറബിയ, അറബിക് നാഷണൽ
ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ഒരു അതിൻ്റെ ആൻസർ അതാണ് വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തേത് മത്താ തജ്രിൽ ഹഫ്ലത്ത, ഈ ഒരു യോഗം എപ്പോഴാണ് നടക്കുന്നത്? ഡിസംബർ 2018 ഡിസംബർ 2019 നടക്കുന്നത്. ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അതാണ് അതിൻ്റെ ആൻസർ. ഇനി മൻ യുറഹിബു ബിൽ ഹഫ്ലി, ഇത് ആരാണ് തർഹീബ് ചെയ്യുന്നത്, സ്വാഗതം ചെയ്യുന്നത്? റഈസു ഖിസ്മത്തുൽ ലുഗത്തിൽ അറബിയ ജാമിഅത്ത് കാലിക്കറ്റ് എന്ന ഒന്നാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി മാ മൗളൂഉൽ ഖുത്ബത്തി, ഈ ഒരു പ്രസംഗത്തിൻ്റെ സബ്ജക്റ്റ് എന്താണ്? ഉൽ മുസ്തഖ്ബലുൽ ലുഗത്തിൽ അറബിയത്ത് ഫി കൈരള എന്നാണ് അതിൻ്റെ എന്തായിട്ടുള്ളത് ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ഡൗട്ട്സ് മനസ്സിലാവുന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? നുറാജു അൽ ബർനാമിജ വ നുഇദ്ദു ബർനാമിജൻ ലിഹഫ്ലത്തിൻ മുനാസബത്തി യൗമിൽ ഖിറാഅത്ത്. നമ്മൾ യൗമിൽ ഖിറാഅത്തി, ഓക്കെ, യൗമിൽ ഖിറാഅത്തിനെ കുറിച്ചുള്ള അതിന് അനുബന്ധിച്ച് കൊണ്ട് എന്താകുക ഒരു ഇങ്ങനത്തെ ഒരു ഇപ്പം നമ്മൾ ബർനാമിജ് കണ്ടില്ലേ, ഡിസംബർ 18 കുറിച്ചിട്ടുള്ള അറബിക് നാഷണൽ ഡേ. ഓക്കെ, അതിനെ കുറിച്ചിട്ടുള്ള നമ്മൾ കണ്ടില്ലേ, അതേപോലത്തെ യൗമിൽ ഖിറാഅത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്താവാനാണ് എഴുതാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയത്തെ ക്വസ്റ്റ്യൻ, നുഅദ്ദു ഖുത്ബത്തൻ ഹൗല സഖാഫത്തി കൈരള ബിമുസാഅദത്തി നികാത്തി താലിയ, ഈ നമ്മൾ കേരളത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഓരോ പോയിന്റ്സ് വെച്ചുകൊണ്ട് കേരളത്തിനെ കുറിച്ചുള്ള പ്രസംഗം തയ്യാറാക്കാനാണ്. അപ്പോൾ നിങ്ങളത് തയ്യാറാക്കുക. ഞാൻ അതിൻ്റെ അർത്ഥം എന്താവും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ഉണ്ടെങ്കിൽ മനസ്സിലാവാത്തുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഇതാണ് ആർക്കും തീരെ അറിയാത്തവരൊക്കെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ കുറേ കമൻറ്റ് അതിനകത്ത് വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ ആൻസർ ആയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ അധികം ആൾക്കാരൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ എന്താവാത്തത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാത്തത്. ഈ അഥവാ നിങ്ങൾക്ക് ഈ പ്രസംഗം കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്താവുക, പരമാവധി ഒറ്റയ്ക്ക് തന്നെ എഴുതിക്കാണ്ട് ശ്രമിക്കുക. എന്നിട്ടും കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പം എന്താണ് ഫസ്റ്റത്തെ? വിലായത്തുൻ ജമീലത്തുൻ, ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്, ഭംഗിയുള്ള സംസ്ഥാനം. ഓക്കെ, അതേപോലെ തന്നെ അൽ-ഖുവത്തുൽ വൽ മവദ്ദത, സ്നേഹമുള്ള സഹോദരന്മാരെ. അൽ-അദിയാനുൽ മുഖ്തലിഫത, വ്യത്യസ്തമായ ദീനുകൾ. അയ്യാദ് തൊബിഅത്തു കൈരള, കേരളത്തിൻ്റെ പ്രകൃതി. അതേപോലെ തന്നെ അൽ-ഫുനൂന്, വ്യത്യസ്ത കലകൾ. അൽ-മുനാത്തിഖു സിയാഹിയ, അങ്ങനെ കുറേ ഉണ്ട്. ഓക്കെ, ഈ ഒരു പോയിന്റ്സ് വെച്ച് നിങ്ങൾ എന്താവുക നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എന്തെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. ഇതിൽ ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പാടാം നമുക്ക് നെക്സ്റ്റ് പാർട്ടിലായിട്ട്, ഈ ഒരു 2 എണ്ണം പാടാം നമുക്ക് നെക്സ്റ്റ് പാർട്ടിലായിട്ട് എന്താവും എടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ ആൾ. അസ്സലാമു അലൈക്കും.